മനസ്സിലാക്കാൻ പറ്റും. ഇതിനകത്ത് ഗോവിന്ദ മാഷ വൈഫിൻ്റെയും ശ്യാമൾ ടീച്ചറുടെ ഈ ഗോവിന്ദ മാഷ മോൻ്റെത്, MV ജയരാജിൻ്റെ, ദിവ്യയുടെ ഭർത്താവിൻ്റെ, കലക്ടറുടെ ഷംസുദ്ദീൻ്റെ, ഇവരുടെയൊക്കെ പ്രശാന്തിൻ്റെ ഫോൺ കോളുകൾ നമ്മുടെ ഈ ദിവ്യയുടെ ഇത് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ദിവ്യ ഒരു ഡമ്മി മാത്രമാണ്. അവളെ ഇതിനകത്ത് ഫോണുകളിൽ ഇത് അങ്ങനെയുള്ള സംഭവങ്ങളേ ഉള്ളൂ. ഇതിനകത്ത് ശശി എന്ന വ്യക്തിൻ്റെ ഫോൺ അവരുടെ കോളുകൾ പരിശോധിക്കുമ്പോൾ ഈ കൊലപാതകത്തിൽ എത്ര ആസൂത്രിതമായിട്ട് ചെയ്തിരുന്നു അതിനകത്താണ് എനിക്ക് പറയാൻ കഴിയുന്നത്. അനുജൻ ഇത്രയും നല്ലൊരു അഡ്വക്കറ്റായിട്ട് അവർക്ക് എന്തുകൊണ്ട് നല്ലൊരു അഡ്വക്കറ്റിനെ വേറെ വെച്ചുകൂടി? ഇതിന് മുമ്പുള്ള പോലീസിന് നന്നായിട്ട് അറിയാം. പോലീസിൻ്റെ കോളുകളിൽ ഞാൻ വിളിച്ച് സംസാരിച്ച പോലീസിന് ഈ സത്യം നന്നായിട്ട്. അതായത് ഇതിന് ശേഷം ഈ മരണത്തിന് ശേഷം വീണാമണി ശ്രദ്ധിക്കപ്പെടുന്നത് മലയാളി വാർത്ത എന്ന ചാനലിൽ ആദ്യം ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നതിലൂടെയാണ്. അത് ഞാൻ എന്താണെന്നറിയാം, ആടെ രഹസ്യമായിട്ട് ഞാൻ ADM സാറിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഭാര്യ ഇത് അറിഞ്ഞിട്ടില്ല, കുട്ടികളും ഇത് അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ച് ഞാൻ ആ വാതിൽ തുറക്കാൻ പോയില്ല. ഞാൻ നേരെ പോയത് ഇപ്പുറത്ത് അവിടെ അനുജനുണ്ട്, ഇവരെല്ലാം അനുജനുണ്ട്, അഡ്വക്കറ്റാന്ന് നോക്കി എന്നോട് ADM സാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പോകുന്നത്. അങ്ങനെ ഞാൻ അവരെ വീട്ടിൽ പോയി. രാവിലെ ഒരു 6-7 മണിയാകുമ്പോഴേക്ക് ഞാൻ അവിടെ എത്തുന്നുണ്ട്. അപ്പോൾ എത്തിയപ്പോൾ പിറ്റേ ദിവസം അപ്പോൾ ചെങ്ങന്നൂർ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ പോയി, പിന്നീട് പത്തനംതിട്ട ബസ്സിന് പോകുന്നു, പിന്നീട് അവിടെ നിന്ന് മാറിക്കയറി മലയാളപ്പുഴയ്ക്ക് ഒരു ഓട്ടോറിക്ഷയ്ക്ക് പോകുന്നു. ഓട്ടോറിക്ഷയിൽ ഈ സാറിൻ്റെ വീട്ടിൽ ഒരു 1.5 കിലോമീറ്റർ സാറിൻ്റെ വീട്ടിൽ. അതൊക്കെ ഞാൻ അന്വേഷിച്ചത് ഈ സാർ പണ്ട് പറഞ്ഞതിൽ കൂടി. അങ്ങനെ ഞാൻ സാറിൻ്റെ വീട്ടിൽ പോകുന്നു. വീട്ടിലാണെങ്കിലും ഒരു മരണ വീടിൻ്റെ അയൽവാസികളൊന്നും അവിടെ ഇല്ല. സാറിൻ്റെ വീട്ടിൽ രാമായണം വെച്ചിട്ടുണ്ട്, പാരായണം ചെയ്യുന്ന അത്രേ ഉള്ളൂ. ഞാൻ അതുകൊണ്ട് തന്നെ അവിടെ പോയിട്ട് ഭാര്യനെ ഡിസ്റ്റർബ് ചെയ്യേണ്ട, അറിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ മിത്തൊന്ന് വെച്ചാൽ ഞാൻ ആ അനുജൻ ഇത്ര വിശ്വസിച്ചിട്ട് അവിടെ പോയി പറയുന്നു. അപ്പോൾ അവിടെ നിന്ന് അനുജനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്, സാറിൻ്റെ ബോഡി ഒന്ന് ചെക്ക് നിങ്ങൾ ചെയ്യണം, അദ്ദേഹത്തിൻ്റെ ബോഡി ഒന്ന് അഴിച്ചു നോക്കിയത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല, റീപോസ്റ്റ്മോർട്ടം ചെയ്യണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അപ്പോൾ അദ്ദേഹം ഒരു അഡ്വക്കറ്റ് ആയതുകൊണ്ടാണ് ഞാനത് കോടതിയിൽ പോകാതെ. അല്ലെങ്കിൽ എനിക്ക് നേരിട്ട് കോടതിയിൽ പോയിട്ട് അവരുടെ വീട്ടിൽ നിയമസഹായമുള്ളൊരു വ്യക്തി ഉണ്ടാകുമ്പോൾ ഞാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കോടതിയിൽ പോകാതെ ഞാൻ ഇവിടെ പോകുന്നു. ഇവിടെ പോയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു, സാർ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ കോടതിയിൽ പോകാത്ത, അല്ലെങ്കിൽ ഞാനിത് റീപോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് കോടതിൻ്റെ ഒരു പെർമിഷൻ വാങ്ങിയിട്ടേ വരുമായിരുന്നുള്ളൂ. അപ്പോൾ എന്നോട് സാറ് ചോദിച്ചൊരു ചോദ്യമുണ്ട്, പിന്നെ നിങ്ങൾ ഈ കേരളത്തിലെ എല്ലാ ആശുപത്രികളും ഇവിടെയല്ലേ, ഈ CPM-ൻ്റെ അല്ലേ, അപ്പോൾ എന്താണ് ഇതിൻ്റെ അകത്തുനിന്ന്? അപ്പോൾ ഞാൻ പറഞ്ഞു, അമൃതാനന്ദമയി മഠത്തിൻ്റെ ആശുപത്രികളിൽ ഷർസി മാഡം മുൻ ജഡ്ജി ഹൈക്കോടതിൻ്റെ അനുജത്തി ഷർലി വാസു സൗമ്യാവധ കേസിൽ ഒരുപാട് നല്ല സത്യസന്ധമായ ഒരു ഡോക്ടറാണ്. അവരുമായിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്തിട്ട് ഇത് ഒന്ന് അവർ ഹെൽപ്പ് ചെയ്യും, ഇതിൻ്റെ അകത്ത് സത്യസന്ധത തെളിയും. ഇത് മരിച്ചിരിക്കുന്ന ഒരു വലിയ നല്ലൊരു വ്യക്തിയാണ്. രണ്ടാമത്തത് ഇയാൾ കൈക്കൂലി വാങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഈ ബോഡി ദഹിപ്പിക്കുന്നതിന് മുമ്പ് പ്രശാന്തിനെ നുണവരിച്ചവൻ അടുത്തോണെന്ന് ഞാൻ പറഞ്ഞു. ഇത് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ തെളിവാണെന്നും പറഞ്ഞു. അപ്പോൾ ഇത് പിന്നീട് കാണാം സാറിന് ഇവിടെ ഞാൻ ആര് വന്നു എന്നല്ലേ ചോദിക്കുന്നുണ്ടാവുമായിരിക്കും. നവീൻ ബാബു സാറിൻ്റെ അനുജനെ ആരോ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് ഞാൻ അവിടെ വന്നേ അറിയുന്നു, സാറിനെ അവിടെ നിന്ന് മാറ്റുന്നു. മലയാളപ്പുഴ മോഹനൻ അവിടെ വരുന്നു, എൻ്റെ വസ്ത്രം പരിശോധിക്കുന്നു, പെൻ ക്യാമറ ഉണ്ടെന്ന് വിചാരിച്ചിട്ട്. ബാഗ് പരിശോധിക്കുന്നു, സാറിനെ കൊല്ലുന്ന വീഡിയോ നിൻ്റെ അടുക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു വല്ലാത്ത രീതിയിൽ അട്ടഹസിച്ച് ഉപദ്രവങ്ങൾ. അവിടെ ഏഷ്യാനെറ്റ് ചാനലുകാരും അവരൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഈ വാർത്ത കൊടുത്തില്ല? അപ്പോൾ അവർ ഈ ചാനലിനെ മുഴുവൻ കെട്ടി, ഇത് ചാനലിനും പൈസ കൊടുത്ത് അവർ ഈ വാർത്ത പുറത്തു വിടാതിരിക്കാൻ നാടകം കളിച്ചു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ അവിടെ നിന്ന് തന്നെ പുറത്താക്കുന്നു. പക്ഷേ എനിക്ക് പുറത്താക്കിയപ്പോഴും ആ കുഞ്ഞുമക്കൾ വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വരുന്നത്. 2 പെൺകുട്ടികൾ ഇത് അറിഞ്ഞില്ലെങ്കിൽ അച്ഛൻ്റെ മരണം, അപ്പോൾ ഞാനിത് അവിടെ ഒരു ഇഷ്യൂസ് ഉണ്ടാക്കുമ്പോൾ ആ കുട്ടിയൊക്കെ ഉണ്ടാകുന്ന വേദന എത്രയെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് നേരെ വന്നിട്ട് പത്തനംതിട്ടയിൽ വെച്ച് കളക്ട്രേറ്റിൽ വെച്ച് ഞാൻ ബോഡി ആദ്യം ഒന്ന് നോക്കുന്നത്. അപ്പോഴാണ് ഇവിടെയൊക്കെ ഇതിൻ്റെ നമ്മൾ കണ്ണൂർ ഭാഷയിൽ ഇടിച്ചാൽ ഇങ്ങനെ ഒരു കരിനീല കളർ ഉണ്ടാവും, ഒരു കറുപ്പ് കളർ, ഏകദേശം ഒരു ചോപ്പിൻ്റെ അങ്ങനെ ഇവിടെ ഇങ്ങനെയൊക്കെ കാണുന്നു, പുറകിലെല്ലാം കാണുന്നുണ്ട്. ഞാൻ അത് തെച്ച് മനസ്സിലാക്കിയിട്ടാണ് പിന്നീടും ഞാൻ ഇതിന്റെ പുറകത്തെ. പോസ്റ്റ്മോർട്ടം പൂർണ്ണമായി അട്ടിമറിക്കപ്പെട്ടു, പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല എന്നാണ് പോസ്റ്റ്മോർട്ടം നടത്തിയില്ല. അയാള് ആ ഡോക്ടറെ ഒന്ന് നാർക്കോ ടെസ്റ്റ് ചെയ്താലേ ഇതിന്റെ യഥാർത്ഥ സത്യം മനസ്സിലാവും. പിന്നെ കണ്ണൂർ 2 ഹോസ്പിറ്റലുണ്ട്. കണ്ണൂർ ഏറ്റവും ഈ മരണം നടന്നത് ഈ ആകാശവാണിൻ്റെ അടുത്തുള്ള ഒരിതാണ്. അപ്പോൾ ആ കണ്ണൂരിന് അവിടുന്ന് ഒരു ഇത്ര 1/2 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ഹോസ്പിറ്റൽ, നല്ല ഹോസ്പിറ്റൽ, ആ കണ്ണൂർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ. അതിൻ്റെ ഇപ്പുറത്ത് തന്നെ തലശ്ശേരി ഹോസ്പിറ്റൽ. അവർ 2 സ്ഥലത്ത് നടത്താണ്ട് എന്തിന് പരിയാരത്തേക്ക് പോയി? പരിയാരം എന്ന് പറഞ്ഞാൽ കുറേ ദൂരെയാണ്, അതുമല്ല അങ്ങ് ഭാഗത്തല്ലേ, കാസർഗോഡിൻ്റെ ഭാഗമല്ല. അപ്പോൾ എന്തിനാ അങ്ങനെ ചെയ്ത്?
പിന്നെ ഈ പ്രശാന്ത് ഈ ദിവ്യയുടെ ഭർത്താവ് അവരവിടെ ജോലി ചെയ്യുന്നവർക്ക് എന്ത് സത്യമാണ് കിട്ടുക, അത് തെച്ച് അവരുടെ ചതിയായിരുന്നു. പിന്നെ ജയരാജ് എന്ന വ്യക്തി ഇവരെ കൂടെ അനുഗമിക്കുന്നു. പിന്നെ ഇവിടുത്തെ പത്തനംതിട്ടയിലെ പാർട്ടി സഖാക്കളും കണ്ണൂരിൻ്റെ സഖാക്കളും ഒത്തുകൂടിയിട്ടുള്ള ഇവരുടെ ഈ മേഡത്തിൻ്റെ ഇവരെ ഭാഗത്താണ് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നാടകങ്ങൾ. പിന്നെ മന്ത്രി രാജൻ എന്ന വ്യക്തിക്ക് നമ്മുടെ അഡ്വക്കേറ്റ് അല്ല അവർ പിന്നെ കലക്ടറാണെന്ന് തോന്നുന്നു, ഡോക്ടർ ഇവരില്ലേ ഗീത മേഡം, അവർ നല്ലൊരു റിപ്പോർട്ട് സത്യസന്ധമായിട്ട് വളരെ സത്യസന്ധമായിട്ടുള്ള റിപ്പോർട്ട് കൊടുത്തിട്ട് അതെന്തുകൊണ്ട് പൂഴ്ത്തിവെച്ച് ഇതൊക്കെ ഞാൻ അന്വേഷണം നടത്തിയത് നല്ല വ്യക്തമായിട്ട് അദ്ദേഹം ആ മേഡം സത്യസന്ധമായിട്ട് പറഞ്ഞ കാര്യങ്ങൾ എഴുതി വെച്ച് കൊടുത്ത റിപ്പോർട്ട് ഇപ്പോൾ കാണുന്നില്ല. അത് മന്ത്രി രാജന് കൊടുത്തു എന്ന് പറഞ്ഞാൽ ആ റിപ്പോർട്ട് എവിടെ? അതൊക്കെ ഇതിൻ്റെ അകത്തുനിന്ന് ദുരൂഹതകൾ ചെയ്യുന്നു. ഇപ്പൊ നേർക്ക് തിരിഞ്ഞു എന്തുകൊണ്ടായിരിക്കാം ഈ നവീൻ ബാബുവിനെ കൊന്നത്? അവിടുത്തെ കണ്ണൂരിൽ ചങ്ങളായി പഞ്ചായത്തിന്റെ ഭൂമികൾ, പിന്നെ തളിപ്പറമ്പിൽ തൃച്ചമ്മര ക്ഷേത്രം, രാജരാജേശ്വരി ക്ഷേത്രം, വൈദ്യനാഥ ക്ഷേത്രം, ആ ഭാഗങ്ങളുടെ ഭൂമികൾ, ആർളം പഞ്ചായത്തിന്റെ ഭൂമികൾ, പിന്നെ പടിയൂര് ഗ്രാമപഞ്ചായത്തിന്റെ കുറേ ഭൂമികൾ, ഇങ്ങനെയുള്ളതെല്ലാം ഒരുപാട് പാർട്ടി സഹാക്കളുടെ കയ്യിൽ. ദിവ്യക്ക് ഇപ്പം എത്ര സ്ഥലമുണ്ട് ഒന്ന് രഹസ്യാന്വേഷണം നടത്തേണ്ടി വരും. അങ്ങനെ ഉള്ള കുറേ കാര്യങ്ങൾ ഇവരെല്ലാവരും ഒറ്റക്കെട്ടാണ്. അപ്പം അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഭൂമിൻ്റെ കാര്യങ്ങൾ മുഴുവനും ADM സാറിന് അറിയാം. അതിൻ്റെ ബേസിലാണ്. അല്ലേ സാറ് കൈക്കൂലി വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ കൊടുത്താക്ക് പിന്നെ ഇപ്പോൾ അവർ ജയിലിലിടണ്ടല്ലേ. പ്രശാന്ത് രണ്ടൊപ്പുകാരൻ പറയുന്നത് വാട്സപ്പിൽ മുഖ്യമന്ത്രിക്ക് മെസ്സേജ് അയച്ചു എന്നൊക്കെ പറയുന്നു, പരാതി കൊടുത്തു. അയാൾ യൂട്യൂബിൽ കണ്ടതാണ്. അപ്പോൾ ഒരാൾ കൈക്കൂലി കൊടുത്തു, സാർ ഒരിക്കലും വാങ്ങില്ല, ADM സാർ വാങ്ങില്ല ഉറപ്പാണ്. പക്ഷേ ഈ കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് കൊടുത്തു എന്ന് പറയുമ്പോൾ അയാൾ അറസ്റ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞില്ല, അതെന്തുകൊണ്ട് ചെയ്തില്ല? പിന്നെ ചാനലിൽ അന്ന് ഇദ്ദേഹത്തിനെ അപമാനിച്ചിട്ട് ഒരു വീഡിയോ പിടിച്ചിട്ട് പുറത്തു വിട്ടിട്ടുണ്ട്. പത്തനംതിട്ടയിൽ മുഴുവൻ സ്ഥലത്തും അത് വൈറലാക്കി വെച്ചിട്ടുണ്ട്, ഇദ്ദേഹം കൈക്കൂലി വാങ്ങിയെന്ന്. അന്നേരം ആ ചാനലുകാരനെതിരെ എന്തുകൊണ്ട് കേസെടുത്തില്ല? ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. കണ്ണൂരിൽ അവിടെ ഒരു ചാനലുകാരൻ വന്നിട്ട് ക്ഷണിക്കാത്ത സദസ്സിൽ വന്നിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് പുറത്തു വിടുന്നുണ്ട്, കൈക്കൂലി വാങ്ങിച്ചു എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർക്കെതിരെ എന്തുകൊണ്ട് കേസെടുത്തില്ല? ദിവ്യ അപമാനിച്ചു എന്ന് വെച്ചാൽ കുറേ കേസ് ചാനലുകാർക്ക് എടുത്തിനല്ലോ. ചാനലുകാരെ എതിരായിട്ട് കണ്ണൂരിലെ വിഷയം എടുത്തിട്ടുണ്ട് അവർ. അപ്പോൾ ഇവരെ മാത്രം എന്തുകൊണ്ട് എടുത്തില്ല? അങ്ങനെ കുറേ ചോദ്യങ്ങൾ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇതിനകത്ത് ഗോവിന്ദ മാഷ വൈഫിൻ്റെയും ശ്യാമൾ ടീച്ചറുടെ ഈ ഗോവിന്ദ മാഷ മോൻ്റെത്, MV ജയരാജിൻ്റെ, ദിവ്യയുടെ ഭർത്താവിൻ്റെ, കലക്ടറുടെ ഷംസുദ്ദീൻ്റെ, ഇവരുടെയൊക്കെ പ്രശാന്തിൻ്റെ ഫോൺ കോളുകൾ പരിശോധിച്ചാൽ തികച്ചു സത്യാവസ്ഥ തിരിയും. അവിടുത്തെ കണ്ണൂർ കലക്ടറേറ്റിലെയും ADM സാറ് നിന്ന സ്ഥലത്തിൻ്റെയും ഇപ്പോൾ ഇവർ നുണ പറഞ്ഞിട്ടുണ്ട്. ഷംസുദ്ദീൻ എന്ന ഡ്രൈവർ റെയിൽവേ സ്റ്റേഷനിൽ പോയി നോക്കി, അവിടുത്തെ എല്ലാം കോളുകൾ വീഡിയോ ക്യാമറ പരിശോധിച്ചാൽ മനസ്സിലാവും. പിന്നെ വേറൊരു വലിയൊരു ചതി എന്ന് വെച്ചാൽ സാറ് ട്രെയിനിൽ കയറി എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു. അങ്ങനെ ഒരു സംഭവം നടന്നില്ല. പിന്നെ ഗുണ്ടേൻ്റെ കയ്യിൽ ഫോൺ എൻ്റെ കയ്യിൽ കിട്ടിയാൽ എനിക്കെന്തും എഴുതി തയ്യാറാക്കിയിട്ട് അത് കൊടുക്കാമല്ലോ. അപ്പോൾ ഗുണ്ടേൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു സംഭവം മെസ്സേജ് അയച്ചതായിരിക്കാം. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിന്റെ സമയം മൊബൈൽ ആ സമയത്ത് അവരെ കൈവശം വെച്ചിട്ട് സാറിന്റെ കയ്യിലില്ല, അത് ഗുണ്ടേന്റെ കയ്യിൽ വെച്ചിട്ട് 12 മണി വരെ ADM സാറിന്റെ വൈഫിനെ വിളിച്ചു എന്നൊക്കെയാണ് അനുജൻ എന്നോട് പറഞ്ഞത്. അപ്പൊ ആ വിളിച്ചു എന്നല്ല, ഈ കോളല്ല, മെസ്സേജ് അയച്ചു. ആരാണ് യഥാർത്ഥ പ്രതികൾ ഇതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത്? ഇതുവരെ വീണാമണിയുടെ അകത്ത് കുറെ കാര്യങ്ങൾ പഠിച്ചല്ലോ. ഇതിൻ്റെ അകത്ത് നമ്മുടെ ഈ ദിവ്യയുടെ ഇത് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ദിവ്യ ഒരു ഡമ്മി മാത്രമാണ്. അവളെ ഇതിനകത്ത് ഫോണുകളിൽ ഇത് അങ്ങനെയുള്ള സംഭവങ്ങളേ ഉള്ളൂ. ഇതിനകത്ത് ശശി എന്ന വ്യക്തിൻ്റെ ഫോൺ അവരുടെ കോളുകൾ പരിശോധിക്കുമ്പോൾ ഈ പാതകത്തിൽ എത്ര ആസൂത്രിതമായിട്ട് ചെയ്തിരുന്നു മനസ്സിലാവും. ഗോവിന്ദ മാഷും ശ്യാമള എന്ന അവരുടെ വൈഫും മോൻ്റെ ഇത് പരിശോധിച്ചു. MV ജയരാജന് എന്താണ് പങ്ക്, ഇതൊക്കെ മനസ്സിലാവും. നേരിട്ട് പങ്ക് MV ജയരാജന് ഇല്ലെങ്കിലും നേരിട്ട് പങ്ക് MV ജയരാജനാണല്ലോ കൂടെ പോയി പത്തനംതിട്ട പോയി വിശ്വാസം കൊടുത്ത് ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറയുകയും എന്നിട്ട് അവരുടെ ബോഡി കത്തിക്കുന്നത് അന്ന് റീപോസ്റ്റ്മോർട്ടം നടത്താൻ അനുവദിച്ചില്ല. അവരാണ് അതിന് കാരണം, MV ജയരാജൻ. അതുകൊണ്ട് നേരിട്ടിട്ട് കൈയെടുത്തിട്ട് കൊന്നിട്ടില്ലെങ്കിലും അയാൾ പരോക്ഷമായിട്ട് അതിൻ്റെ അകത്ത് 100% പങ്കുണ്ട്. MV ജയരാജന് എന്തായാലും അതിൻ്റെ അകത്ത് പങ്കുള്ളത് കൊണ്ടാണ് അയാൾ നേരിട്ടിട്ട് അവിടെ പോയി ബോഡി കത്തിക്കാൻ ഭയങ്കര. ഇപ്പോൾ ഹൈക്കോടതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കൊടുത്ത ഹർജിയിൽ അഡ്വക്കേറ്റ് പോലും ചതിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത്.
അതിൻ്റെ അകത്താണ് എനിക്ക് പറയാൻ കഴിയുന്നത്. അനുജൻ ഇത്രയും നല്ലൊരു അഡ്വക്കറ്റായിട്ട് അവർക്ക് എന്തുകൊണ്ട് നല്ലൊരു അഡ്വക്കറ്റിനെ വേറെ വെച്ചുകൂടി? ഇതിന് മുമ്പുള്ള അഡ്വക്കറ്റ് നല്ലതായിരുന്നു. ഇയാൾ ഇപ്പോഴുള്ള ശ്രീകുമാർ എന്ന വ്യക്തി അവരുടെ എത്തിക്സിന് തന്നെ നമുക്കൊരു എൻറോൾമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു എത്തിക്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് വാക്ക് മാറ്റി പറയാൻ പറ്റില്ല, നമ്മൾ ചതിക്കാൻ പാടില്ല. അപ്പോൾ അത് തെറ്റല്ലേ ചെയ്തത്? അപ്പോൾ അവർ പാവം ഒരു ലേഡിയാണ് നമ്മുടെ ADM സാറിൻ്റെ വൈഫ്. അപ്പോൾ അവരെ ചതിച്ചു, വിശ്വാസവഞ്ചന ചെയ്തു. ഇനി ഈ സാറിൻ്റെ വൈഫിനോട് എനിക്ക് പറയാനുള്ളത്, വീട്ടിലുള്ളവരെ പോലും ഈ കാര്യത്തിൽ വിശ്വസിക്കരുത്. എപ്പോഴും എന്താണ് കോടതിയുടെ നിലവാരം എന്നറിയാം, അവിടെ കോടതിയിൽ തന്നെ ഹാജരാവണം. അപ്പം എന്നിട്ട് നേരിട്ട് തന്നെ സാറിൻ്റെ വൈഫിന് പറയണം, എന്നാലേ ഇതിൻ്റെ തെളിവ് വരുള്ളൂ. വീണാമണി ഇതിനകത്തൊരു ദൃക്സാക്ഷിയാണ്. അതുകൊണ്ട് സാക്ഷിയെ വരാൻ കൃത്യമായ അന്വേഷണം നടത്തുകയാണെങ്കിൽ സാക്ഷിയെ വരേണ്ട ആളാണ്. വീണാമണി വധഭീഷണിയെ ഭയപ്പെടുന്നുണ്ടോ? വധഭീഷണിന് ഭയപ്പെടുന്നില്ല. പക്ഷെ എനിക്ക് കൊന്നു കെട്ടി തൂങ്ങി മരണം എന്ന് പറയുന്നത് ഇഷ്ടപ്പെടില്ല. അതുപോലെ ഒരു വാഹന അപകടത്തിൽ മരിച്ചിട്ട് അത് തനിയെ വാഹനം വന്നതാണ്, അങ്ങനെയുള്ള ഇത് ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾക്ക് എന്നോട് ഫൈറ്റ് പറ്റുന്നുണ്ട് നേരിട്ടിട്ട്. ഞാൻ മുഖംമൂടി ധരിച്ചിട്ടൊന്നല്ല എവിടെയും പോകുന്നത്. പക്ഷേങ്കിൽ പിന്നെ തൂങ്ങി മരണമൊന്നും അങ്ങനെയുള്ള ഉണ്ടാക്കരുത്. വാഹന അപകടത്തിൽ അവരുണ്ടാക്കും. അതുകൊണ്ടാണ് അത് ഞാൻ വധഭീഷണി. എൻ്റെ അടുക്ക് ഫോണിൽ വിളിച്ച് സംസാരിച്ചത് കൊല്ലുമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ കൊല്ലുമെന്ന് പറയുമ്പോൾ എനിക്ക് ആ കൊല്ലുന്നതിന് ഭയമില്ല. എൻ്റെ ശരീരത്തിനല്ലേ സാറെ കളയാൻ പറ്റും, എൻ്റെ ആത്മാവിനെ അവർക്ക് വിചാരിച്ചാൽ കളയാൻ പറ്റില്ല. അപ്പോൾ അതിന് കൊല്ലുന്നതിനല്ല ഭയം, പക്ഷെ തൂങ്ങി മരണമെന്ന് പറഞ്ഞാക്കുന്നതിന് ഇതുണ്ട്. ഈ കലാഭവൻ സോബി, അതായത് നമ്മുടെ ബാലഭാസ്കർ കൊലപാതകത്തിൽ ഏക സാക്ഷിയായി വന്നിട്ട് കലാഭവൻ സോബിയാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഇത് കൊലപാതകമാണെന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും പറഞ്ഞപ്പം ആരും വിശ്വസിച്ചിരുന്നില്ല. ഇതേപോലെയാണ് ഇപ്പോൾ വീണാമണി അതിൻ്റെ പിന്നിൽ അന്ന് മുതൽ ഇന്ന് വരെ ഒരേപോലെ പറയുകയാണ്, ഇത് കൊലപാതകമാണ്, ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ട്. ഇതുവരെ വീണാമണിയെ മാത്രം പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിട്ടില്ല. അല്ല, പോലീസിന് നന്നായിട്ട് അറിയാം. പോലീസിൻ്റെ കോളുകളിൽ ഞാൻ വിളിച്ച് സംസാരിച്ച പോലീസിന് ഈ സത്യം നന്നായിട്ട് അറിയാം. അവർക്ക് പിന്നെ ഗതികേട് കൊണ്ട്, അതായത് ഞാൻ അങ്ങനെ പറയും, ചില ഉദ്യോഗസ്ഥന്മാർ സത്യസന്ധരായവരുണ്ടെങ്കിലും പിന്നെ നമ്മളെ ഒരു SP രാധാകൃഷ്ണൻ സാറിന് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല കുറേ വേദനകൾ, അതുപോലെ അനുഭവിക്കേണ്ടി വരുന്ന പേടിച്ചിട്ട് അവരൊന്നും മിണ്ടാണ്ടിരിക്കുന്നത്. പക്ഷേങ്കിൽ ഈ പോലീസുകാരിലും കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ടെന്ന് ചിന്തിച്ച് സത്യസന്ധമായിട്ട് നീങ്ങിയിട്ടുണ്ട്. നമ്മൾ ഒരു ദിവസം ജീവിക്കുന്നുണ്ട്, അത് സത്യസന്ധമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് ഈ നീതി കിട്ടുമായിരുന്നു 2 കുട്ടികളുടെ അച്ഛന്. അപ്പോൾ അത് അവരങ്ങനെ ചെയ്തില്ല. അവരൊരിക്കലും വീണാമണി ഈ വധഭീഷണിയെ ഭയപ്പെടുന്നുണ്ടോ? ഇല്ല, ഞാൻ ഭയപ്പെടുന്നില്ല. അവസാനം വരെ ഈ പോരാട്ടം നടത്തും. ഞാൻ ജീവനുള്ള, എൻ്റെ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം ഞാൻ ഇതിന് പോയി. എന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഞാൻ വിചാരിച്ച് മേഡം എന്തായാലും ഇതാക്കൂല, ഇത് ഇവർ വീട്ടുകാർ അനിയനൊക്കെ പിന്തിരിഞ്ഞു. അപ്പം ഞാൻ എന്നിട്ട് മലയാളി ഇൻസൈഡിൽ, സാറിൻ്റെ നമ്പർ എൻ്റെ കയ്യിലില്ല, അപ്പോൾ മലയാളി ഇൻസൈഡിൽ വിളിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങളാണ് എൻ്റെ വാർത്ത ആദ്യം കൊടുത്തത്, ഞാനായിട്ട് പറഞ്ഞതല്ല, ഞാൻ രഹസ്യമായിട്ട് പറഞ്ഞതായിരുന്നു. അപ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ വീട്ടിൽ ഞാൻ ഇന്നുവരെ കയറിയില്ല സാർ മരിച്ചതിന് ശേഷം. അതുകൊണ്ട് ഞാൻ ഫൈറ്റ് ഞാൻ സുപ്രീം കോടതിയിൽ ഈ കേസുമായി മുന്നോട്ട് പോകും. ഡോക്ടറെ നാർക്കോ ടെസ്റ്റ് ചെയ്യണം, സംസുദിനെ നാർക്കോ ടെസ്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ പ്രശാന്തിനെ. പിന്നെ ഇതിൻ്റെ അകത്ത് കുറേ ഞാൻ പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ നാർക്കോ ടെസ്റ്റ് ഇതിൻ്റെ പ്രധാന തെളിവുകൾ കളക്ടറൊക്കെ ഇത് ചെയ്യുമ്പോൾ ഞാൻ കൊണ്ടുവരും. അതിന് വേണ്ടിയിട്ട് ഞാൻ സുപ്രീം കോടതിൻ്റെ അവിടെ പോയിട്ട് ഞാൻ സമരം ഇരിക്കും ഉറപ്പായിട്ടും. ഇത് സത്യം തെളിയണം. ഇനിയൊരു കൊലപാതകം ഒരു തൂങ്ങി മരണാക്കി മാറ്റാൻ പറ്റില്ല. ഈ കൊലപാതകം തെളിയുമെന്ന് വീണാമണി വിശ്വസിക്കുന്നുണ്ട്? ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇതിൽ മുന്നോട്ട് കൊണ്ടുപോകും. മരണപ്പെട്ടാൽ എല്ലാവരെയും കൂടെ സ്വത്താണ്. ഇപ്പം നവീൻ ബാബു സാറ് നമ്മുടെ എല്ലാവരും സ്വത്താണ്. അവരുടെ വൈഫിൻ്റെ മാത്രമല്ല, അവരുടെ കുട്ടികളെ മാത്രമല്ല, എല്ലാവരും സമൂഹത്തിൻ്റെയാണ്. ഞാൻ ഇത് ഫൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത്രയും മാസമായിട്ട് ഞങ്ങൾക്ക് വീട്ടിൽ കയറാൻ പറ്റില്ല. ഞാൻ അതുകൊണ്ട് ഇനി ഇതിൻ്റെ മുന്നോട്ട് ഞാൻ സുപ്രീം കോടതിൻ്റെ അടുത്ത് തന്നെ നിന്നുകൊണ്ട് തന്നെ ഞാൻ ഇത് ചെയ്യും. കണ്ണൂരിൽ നിന്ന് ധീരയായ യുവതിയാണ് ADM നവീൻ ബാബുവിൻ്റെ മരണം കൊലപാതകമാണെന്ന് പറഞ്ഞ് ആദ്യം വിളിച്ചു പറഞ്ഞത്. തുടർന്നവർ അതിൻ്റെ പിന്നാലെ തന്നെ സഞ്ചരിക്കുകയാണ്. അവരെ ഇതേവരെ പോലീസ് ചോദ്യം ചെയ്തിട്ടില്ല. SIB എന്ന് പറയുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടെങ്കിലും ഇതുവരെ ചോദ്യം ചെയ്യാത്തതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അവരുടെ അന്വേഷണം ശരിയായ വിധത്തിലല്ല പോകുന്നത്, അവർ അട്ടിമറിക്കുകയാണ് എന്നാണ്. ഇപ്പോഴിതാ CBI അന്വേഷണം ഹർജി ഫയൽ ചെയ്തിട്ടും അഡ്വക്കേറ്റ് പോലും മഞ്ജുഷയെ ചതിച്ചിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ധീരയായി സ്വന്തം ജീവൻ തന്നെ നഷ്ടപ്പെട്ടാലും ഇനി പ്രശ്നമല്ല, അവസാനം വരെ ഈ കേസ് തെളിയിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് വീണാമണി ഇപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വിജയമുണ്ടാകട്ടെ, ഈ കേസ് തെളിയട്ടെ എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. നന്ദി, നമസ്കാരം.